ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ നിസ്സാരമായ രീതിയിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ചെടിച്ചട്ടിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനാവശ്യമായിട്ട് ആദ്യം നമ്മൾ ഒരു തൂണ് ഇവിടെ കുഴിച്ചിടുകയാണ്. ഒരു PVC പൈപ്പിൻ്റെ ഒരു പൈപ്പാണ് ഞാൻ ഇവിടെ കുഴിച്ചിടുന്നത്. അത് PVC പൈപ്പ് ഇല്ലെങ്കിൽ ഒരു കമ്പോ മറ്റെന്തെങ്കിലും കുഴിച്ചിടാം. ഇതുപോലെ കുഴിച്ചിടുക. ശേഷം നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് അതിന് നമുക്കൊരു പഴയ തുണി എടുക്കാം. പഴയ തുണിയും സിമെൻറ്റും കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലൊരു പഴയ തുണി എടുത്ത് നമുക്ക് ഇതുപോലെ കുറച്ച് വെട്ടിയെടുക്കാം. അപ്പോൾ പഴയ ഷർട്ടിൻ്റെ ഭാഗമാണ് ഞാനിതിൽ എടുക്കുന്നത്. ശേഷം നമുക്ക് കുറച്ച് സിമെൻറ്റും മണലും കൂടി മിക്സ് ചെയ്തെടുക്കാം. വീട്ടുമുറ്റത്തുള്ള മണലാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഒരു കരണ്ടി സിമെൻറ്റും 1.5 കരണ്ടി മണലുമാണ് എടുക്കുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറേശ്ശെയായിട്ട് വെള്ളമൊഴിച്ച് നമുക്ക് ഒരു കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെയായിട്ടേ ഒഴിക്കാവൂ. കൂടുതൽ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ലൂസാക്കരുത്. കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ച് ഒരു കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുക്കാം. പിന്നീട് നമുക്കിതിന് ഒരു മോൾഡ് ആവശ്യമുണ്ട്. ഒരു പഴയ ചെടിച്ചട്ടിയാണ് ഇതിനെടുക്കുന്നത്. അപ്പോൾ ഒരു പഴയ ചെടിച്ചട്ടി എടുത്ത് ഇതുപോലെ കുറച്ച് നമ്മളെ വീട്ടിൽ ബാക്കി വരുന്ന ഓയിലോ അല്ലെങ്കിൽ എൻജിൻ ഓയിലോ ഇതിന് ഉപയോഗിക്കാം. ഇതുപോലെ തുണിയിൽ മുക്കി കുറച്ച് എല്ലാ ഭാഗത്തും പുരട്ടിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുഴിച്ചിട്ട ആ തൂണിൽ ഇതുപോലെ കമഴ്ത്തി വെക്കുക. ശേഷം നമുക്ക് ആ തുണിയെടുത്ത് നമ്മൾ നേരത്തെ കീറി വെച്ച് തുണിയെടുത്ത് ആ കുഴച്ച് വെച്ച ഗ്രൗട്ടിൽ നല്ലതുപോലെ എല്ലാ ഭാഗത്തും പുറത്തൊക്കെ രീതിയിൽ മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ആ ചട്ടിയിലേക്ക് എടുത്ത് ഇടുക. ശേഷം നമുക്ക് കൈകൊണ്ട് എല്ലാ ഭാഗത്തും ആ സിമെൻ്റ് ഒന്ന് തേച്ചെടുക്കാം. തേച്ചെടുത്തതിന് ശേഷം ഒരു ബ്രഷ് കൊണ്ട് ഒന്ന് ഫിനിഷ് ചെയ്തുകൂടി എടുക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തൊരു ഹോൾ ഇടേണ്ട ആവശ്യമുണ്ട്. ഒരു സ്ക്രൂ ഡ്രൈവറോ അങ്ങനെയുള്ള കമ്പിയോ കൊണ്ട് നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു മുനയുള്ള സ്ക്രൂ ഡ്രൈവറോ മറ്റ് കമ്പിയോ കൊണ്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കൊരു പഴയൊരു സീലിംഗ് ഫാനിൻ്റെ 2 കപ്പ് ഇത് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കപ്പ് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. പ്ലാസ്റ്റിക്കിൻ്റെ കപ്പായാലും മതിയാകും. 2 കപ്പ് എടുത്തതിന് ശേഷം നമുക്ക് ഇലക്ട്രിക് പൈപ്പാണ് ഉപയോഗിക്കുന്നത്. ചെറിയൊരു ഇലക്ട്രിക് പൈപ്പിൻ്റെ തുണ്ട് പീസ് എടുത്തുപോലെ ഇതുപോലെ വെട്ടിയെടുക്കാം. 2 കപ്പ് സെറ്റാക്കി വെക്കത്തക്ക രീതിയിൽ ഒരു ഇലക്ട്രിക് പൈപ്പ് ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കുക. 1/2 ഇഞ്ച് കനത്തിലുള്ള പൈപ്പാണിത്. അപ്പോൾ ഇതുപോലൊരു പീസ് മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് 2 പീസ് ഉള്ളിലേക്ക് കയറ്റി വെക്കത്തക്ക രീതിയിൽ അളവെടുത്ത് വേണം ഇത് മുറിച്ചെടുക്കാൻ. ഇതുപോലെ നമ്മൾ വെച്ച് അളവ് നോക്കിയിട്ട് വേണം മുറിച്ചെടുക്കാൻ. ശേഷം നമുക്ക് കുറച്ച് സിമെൻറ്റും മണലും കൂടി കുഴച്ചെടുക്കണം. നിങ്ങൾ മോൾഡിനായി എടുക്കുന്ന ചട്ടിയിൽ അടിയിൽ ഹോളില്ലാത്തതാണെങ്കിൽ നമ്മൾ ഇടുന്ന തുണിയിലേക്ക് സിമെൻറ്റ് മുക്കി ഇടുന്ന തുണിയിൽ കത്രിക കൊണ്ട് വെട്ടി ഒരു ഹോൾ ഇടാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് സിമെൻറ്റും മണലും കൂടി കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ കപ്പിലേക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഈ പരുവത്തിലായിരിക്കണം കുഴച്ചെടുക്കേണ്ടത്. ഈ കപ്പിൽ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ കമഴ്ത്തി വെച്ച ചട്ടിയുടെ മുകളിലേക്ക് മെല്ലെ പ്രസ് ചെയ്തെടുക്കാം. ഇതുപോലെ ഫില്ല് ചെയ്ത് നല്ലതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ആ ചട്ടിയുടെ ചെവിട് ഭാഗത്തേക്ക് നമുക്കിതുപോലെ വെച്ച് നല്ലതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. അമർത്തി കൊടുക്കുമ്പോൾ കുറച്ച് സിമെൻറ്റ് കൂടി പുറത്തേക്ക് ചാടി വരും. അത് നമുക്ക് കൈകൊണ്ട് വടിച്ച് മാറ്റാവുന്നതാണ്. ശേഷം ബാക്കി വരുന്നത് നമുക്ക് ഒന്ന് തേച്ച് ഫിനിഷ് ചെയ്ത് എടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തും ലെവൽ വരക്കത്തക്ക രീതിയിൽ കൈകൊണ്ട് തന്നെ നമുക്ക് തേച്ച് ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ബ്രഷ് കൊണ്ട് എല്ലാ ഭാഗത്തും നമുക്ക് ഒന്നുകൂടി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് മുറിച്ചെടുത്ത പൈപ്പിൻ്റെ പീസ് എടുത്ത് ഇതിലേക്ക് താഴേക്ക് ഇറക്കി വെക്കാം. അങ്ങനെ അടിഭാഗത്ത് ചട്ടിയുടെ മുകളിൽ തട്ടി നിൽക്കത്തക്ക രീതിയിൽ വേണം ഈ പൈപ്പ് നമ്മൾ കയറ്റി വെക്കാൻ. അപ്പോൾ ഈ പൈപ്പിൻ്റെ ഹോളിൽ കൂടി തന്നെ നമ്മൾ ചട്ടിയിലേക്ക് ഒഴിക്കുന്ന വെള്ളം പുറത്തേക്ക് പോകുന്നതാണ്. ശേഷം നമുക്ക് മറ്റേ കപ്പ് കൂടി ഇതിനുള്ളിലേക്ക് കയറ്റി വെക്കാം. കയറ്റി വെച്ചതിന് ശേഷം
അതിൽ കൂടി ബാക്കി വരുന്ന ആ സിമെൻറ്റ് നമ്മൾ ഇട്ട് ഫില്ല് ചെയ്തെടുക്കുക. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ പൈപ്പിനുള്ളിലേക്ക് ഇതുപോലൊരു സ്ക്രൂ ഡ്രൈവറോ കമ്പിയോ ഇറക്കി ആ പൈപ്പൊന്ന് അടച്ചു വെക്കാം. കാരണം നമ്മൾ ഇടുന്ന സിമെൻറ്റ് അതിൽ കയറി അടഞ്ഞു പോകാതിരിക്കാനാണ്. മാത്രവുമല്ല നമ്മൾ നേരത്തെ ഇട്ട് വെച്ച സിമെൻറ്റ് ഒരു ഹോള് കൂടി ഇടുന്നതിന് വേണ്ടിയാണ്. ഇതുപോലെ ബാക്കി വരുന്ന സിമെൻറ്റ് കൂടി നമ്മൾ ഇട്ട് ഫില്ല് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഇട്ട് ഒന്ന് തേച്ച് ഫില്ല് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് സിമെൻറ്റ് മാത്രം എടുത്ത് ഗ്രൗട്ട് രൂപത്തിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് സിമെൻറ്റ് മാത്രം എടുത്ത് വെള്ളമൊഴിച്ച് ഗ്രൗട്ട് രൂപത്തിലാക്കി എടുക്കാം. ആക്കിയെടുത്തതിന് ശേഷം ബ്രഷിൽ മുക്കി നമുക്ക് ബാക്കി വരുന്ന ഭാഗത്ത് കൂടി ഒന്ന് തേച്ച് കൊടുക്കാം. അത് കൂടുതൽ ബലം കിട്ടുന്നതിന് വേണ്ടിയാണ്. കാരണം നമ്മൾ തുണിയിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് നല്ല ബലം കിട്ടുന്നതിന് വേണ്ടി ഗ്രൗട്ട് ഉള്ളിലും പുറത്തും തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇതുപോലെ ബ്രഷ് കൊണ്ട് നമുക്ക് പുറം ഭാഗം മുഴുവനും ഗ്രൗട്ട് തേച്ച് കൊടുക്കുക. ശേഷം നമുക്ക് ആ സ്ക്രൂ ഡ്രൈവർ റിമൂവ് ചെയ്ത് മാറ്റാം. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് നമുക്കിതെടുത്ത് ഉള്ളിലുള്ള ആ മോൾഡ് എടുത്ത് മാറ്റാവുന്നതാണ്. അതുപോലെ ഏകദേശം ഒരു ദിവസം കഴിഞ്ഞു ഏകദേശം ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ച് ആ ഉള്ളിലുള്ള നേരത്തെ വെച്ച് ചട്ടി എടുത്ത് മാറ്റാം. മെല്ലെ നമ്മൾ ഓയിലൊക്കെ തേച്ച് വെച്ചതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടൊന്നും കാണില്ല എടുക്കാൻ. വളരെ അനായാസേന നമുക്ക് ഇതുപോലെ ഇളക്കിയെടുക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് കുറച്ച് സിമെൻറ്റ് കൂടി എടുത്ത് കുഴമ്പ് രൂപത്തിലാക്കിയെടുത്ത് ഗ്രൗട്ട് രൂപത്തിലാക്കിയെടുത്ത് ഉൾഭാഗത്ത് കൂടി ബ്രഷ് കൊണ്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഏകദേശം സിമെൻറ്റിൻ്റെ വർക്ക് കഴിഞ്ഞ് പിന്നെ ബാക്കി നമുക്ക് പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഇതുപോലെ ഒരു എമർഷൻ വൈറ്റാണ് ആദ്യം ഞാനാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഒരു ഓറഞ്ച് കളറാണ് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതിനകത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓരോരുത്തരുടെ ചോയ്സാണ്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നിങ്ങളുടെ കമൻറ്റുകൾ ഏതായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ലൈക്കും ചെയ്യാൻ മറക്കരുത്. പരമാവധി നിങ്ങളുടെ കൂട്ടുകാർക്ക് ബന്ധുക്കൾക്കോ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് കൈകൊണ്ട് കറക്കിയെടുക്കാനും പറ്റുന്ന രീതിയിലാണ് ആ പൈപ്പ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഗാർഡനിലൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഇതിൽ സൈസായ ഒരു ചെടി കിട്ടാത്തത് കൊണ്ടാണ് ഞാനിത് വെക്കാത്തത്. ചെടി കിട്ടിയതിന് ശേഷം ഇതിൽ ചെടി വെക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് കമൻറ്റ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.